ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്ന സ്പെസിഫിക് പേഴ്സൺ, ആ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത്. ഓക്കെ, അവർക്ക് തരാനുള്ള മെസ്സേജസ് എന്താണെന്ന്. ഓക്കെ, സോ കാർഡ്സ് എല്ലാം ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുവാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. പിന്നെ ഒരു കാര്യം കൂടെ, പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ. സോ എനിക്കിവിടെ ഒരു നമ്പർ 46 എന്ന് പറഞ്ഞ നമ്പർ കാണുന്നുണ്ട്. ഒന്നെങ്കിൽ അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഏജുമായിട്ട് മാച്ച് ചെയ്യുന്ന നമ്പറാണ് 46 ആയിട്ട് കാണുന്നത്. അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6. ഓക്കെ, ഇതിലേതെങ്കിലും നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ആയിട്ടോ ബർത്ത് ഏജ് ആയിട്ടോ മാച്ച് ചെയ്യുന്നൊരു നിങ്ങൾക്കോ അല്ലെങ്കിൽ അവർക്കോ മാച്ച് ചെയ്യുന്നൊരു നമ്പറായിട്ടാണ് കാണുന്നത്. ഇതെനിക്ക് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത്. ഒന്നുകിൽ നിങ്ങൾ വേറെ സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾ വേറെ കൺട്രി, അങ്ങനെയൊക്കെയാണ് എനിക്ക് കാണുന്നത്. എന്തുവാണേലും നിങ്ങളുടെ ഒരു മനസ്സിൽ എനിക്ക് തോന്നുന്നത് ഇവർക്ക് അങ്ങനെ നിങ്ങളോട് ഇഷ്ടമുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഫീലിങ്സ് അവർക്ക് നിങ്ങളോടില്ല എന്നാണ്. പക്ഷെ ഈ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെ ഒരു ഡയമണ്ട് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഒരു റെയർ ആയിട്ടുള്ള ജെമ്മ്. ഓക്കെ, നിങ്ങളെ അവർ ഒരുപാട് വാല്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും തോട്ട്സ്, അവർക്ക് എത്ര ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും തോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ആവുന്നുണ്ട്. അവർ ജീവിതത്തിൽ ഒരു ലൈഫിൽ എന്തൊക്കെ കാര്യത്തിന് വാല്യൂ ചെയ്യുന്നു അതേ വാല്യൂസ് ആണ് നിങ്ങൾക്കും ഉള്ളത്. അങ്ങനെ ഒരുപാട് കാര്യത്തിൽ നിങ്ങൾക്ക് സിമിലാരിറ്റിയും അവർക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒരുപാട് നിങ്ങളെ ഇഷ്ടമാണ്. ഇപ്പോഴും അവരുടെ മനസ്സിലും അവരുടെ മനസ്സുമൊത്തും നിങ്ങളാണ്. അവർ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളിടുന്ന ഫോട്ടോസും എല്ലാം അവർ നോക്കുന്നുണ്ട്. ഈസ് ഓഫ് സോട്ട്സ്. ഓക്കെ, സോ നിങ്ങൾ എനിക്ക് കാണുന്നത് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഒരു സെപ്പറേഷനിലാണെന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ സെപ്പറേഷൻ, എന്തോ ഒരു സെപ്പറേഷൻ, ഒന്നെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പ് ആയിരിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലല്ലായിരുന്നു, മീൻസ് ഒരു കോളേജിൽ വെക്കേഷൻ ആയിട്ടിരിക്കും, അങ്ങനെ എന്തോ നിങ്ങൾ തമ്മിൽ കാണുന്നില്ല. ഇപ്പം അവരെ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. 4 ഓഫ് സോൾസ്. പിന്നെ ഈ സോഷ്യൽ മീഡിയ കൂടെ ആയിരിക്കും നിങ്ങൾ അവരെ മീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയ കൂടെ അവരെ സ്റ്റോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ അവരെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ അവരില്ലാതെ ഒരു ലൈഫ് നിങ്ങൾക്ക് തിങ്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇത് പിന്നെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ആ വ്യക്തിക്കും ഒരുപാട് രീതിയിൽ ഇപ്പോൾ ഹേർട്ടാണ്. അവർക്കും ഉറങ്ങാൻ കഴിയാതിരിക്കുന്നു. അങ്ങനെ ഒരുപാട് ഉറക്കമില്ലാത്ത രാത്രികളൊക്കെയാണ് എനിക്കവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്കെന്ന് വെച്ചാൽ ഇപ്പം എങ്ങനെയും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ടൈമും എനർജിയും ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ ഇത് വർക്ക് ഓൺ ചെയ്യണം. എന്തായാലും നിങ്ങൾക്കറിയാം ഈ റിലേഷൻഷിപ്പ് കുറച്ച് ടൈം എടുക്കും, നിങ്ങൾക്ക് പേഷ്യൻസ് വേണം. ഓക്കെ, എന്നാലേ ഇത് ശരിയായി വരത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ ഒരു വിശ്വാസം എനിക്ക് കാണുന്നത് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുമെന്ന്. ഓക്കെ, 10 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ജഡ്ജ്മെന്റ്. ഈ പേഴ്സൺ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുകയാണ് എങ്ങനെയും ഈ റിലേഷൻഷിപ്പ് ഒന്ന് കറക്റ്റായി വരണമെന്ന് വെച്ചാൽ. ഈ റിലേഷൻഷിപ്പ് അവരെ ഒരുപാട് ഡ്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ കാരണമായിരിക്കില്ല, നിങ്ങളെ ചുറ്റുപറ്റിയുള്ള ഒരു സറൗണ്ടിങ് സിറ്റുവേഷൻ, നിങ്ങൾ റിലേഷൻ ആയതുകൊണ്ട് സറൗണ്ടിങ് ആയിട്ടുള്ള നിങ്ങളുടെ ആൾക്കാരും എല്ലാം അവർക്ക് ഒരുപാട് പ്രഷർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ ഭയങ്കര ഡ്രെയിൻഡാണ്. അവർ ഇമോഷണലി അവർക്ക് അങ്ങ് വയ്യാതിരിക്കുകയാണ്. ഓക്കെ, അവരോട് ഇന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നത് എങ്ങനെയും ഇതൊക്കെ ഒന്ന് ശരിയായി വരട്ടെ എന്ന്. പിന്നെ എനിക്ക് പൈസസ് ടോറസ് എനർജി കാണുന്നുണ്ട്. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ചിലവരിൽ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ അവരെ മിസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ അവരെ കുറിച്ച് ആലോചിക്കുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോടുള്ള ഫീലിങ്സിനെക്കാട്ടിലും അപ്പുറം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് എനിക്ക് കാണുന്നത്. പിന്നെ ഈ വ്യക്തി ഇപ്പോൾ ഒരു യങ് ഏജിൽ അവരെന്തോ ഒരു തീരുമാനം എടുത്തില്ല. ഓക്കെ, അവരെന്തോ ഒരു ഡിസിഷൻ എടുക്കാത്തതുകൊണ്ട് ആണ് അവർക്ക് ഇപ്പം ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത് എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, അതെന്താണെന്ന് എനിക്ക് ക്ലിയർലി മനസ്സിലായില്ല. പക്ഷെ എനിക്ക് കാണുന്ന ഇവിടെ അവർ യങ് ഏജിൽ ഒരു ഡിസിഷൻ എടുത്തില്ല. ഓക്കെ, അവർ എന്തെങ്കിലും സ്കൂൾ കോളേജിൽ പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരു ഡിസിഷൻ എടുക്കാഞ്ഞിട്ട് അതാണ് ഇപ്പം അവരുടെ സിറ്റുവേഷൻ ഈ ഒരു രീതിയിലായിട്ട് നിങ്ങളുടെ അടുത്ത് അവർക്ക് വരാൻ പറ്റാത്തതും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകാൻ പറ്റാത്തതും എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, പിന്നെ അവർ നിങ്ങൾ ബ്രേക്കപ്പായി പോയി അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വന്ന് നോ കോണ്ടാക്റ്റിൽ ഇരിക്കുവാണെങ്കിൽ അവരതൊക്കെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്.
10 of Cups reversed, death. Okay, so see, ഇവർക്ക് നിങ്ങളുടെ അടുത്ത് വരണമെന്നുണ്ടെങ്കിലും ഇവരെ റെസ്ട്രിക്ട് ചെയ്യുന്നത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ എനിക്കിവിടെ കാണുന്നത് വെച്ചാൽ അവർ ഫിനാൻഷ്യലി ഫിനാൻഷ്യലി അവരുമായിട്ട് കണക്റ്റഡ് ആണ്. അവർക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റുന്നില്ല. ഓക്കെ, അവരിൽ നിന്ന് ഒരു ഫ്രീഡം കിട്ടുന്നുമില്ല, ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റുന്നില്ല. അവരെ ക്ലീൻ ചെയ്ത് നിൽക്കണം, എന്നാലേ അവർക്ക് ഒരു ഫിനാൻഷ്യലി അല്ലെങ്കിൽ മണി ആയിട്ട് അവർക്ക് എന്തോ ഒരു തേർഡ് പാർട്ടി മണിയുമായിട്ട് എന്തോ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാത്തത്. ഒന്നെങ്കിൽ ഈ മണി തരുന്ന വ്യക്തി ഈ പൈസ അല്ലെങ്കിൽ അവർ ഫിനാൻഷ്യലി ഇത്രയും നേടുന്നത് മറ്റൊരു വ്യക്തി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് എന്തെങ്കിലും ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു വീടോ അങ്ങനെ എന്തെങ്കിലും ഒരുമിച്ച് അവർ ചെയ്തോ എന്തോ ഒരു കാര്യം ഉണ്ട്. അതുകൊണ്ടാണ് അത് വിട്ടെറിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അവര് തേർഡ് പാർട്ടി സമ്മതിക്കുന്നില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ അവർ റിഗ്രറ്റ് ചെയ്യുന്നു. പിന്നെ ഒരു യങ് ഏജ്, വീണ്ടും യങ് ഏജ് കാണുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു നിങ്ങൾ ഒന്നെങ്കിൽ യങ് ഏജിൽ ഒരു കുറച്ച് നാൾ മുമ്പേ ബ്രേക്കപ്പ് ആയതായിരിക്കും. അവർക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് അന്നൊരു ചെറുപ്പത്തിൽ ചെയ്തൊരു വെഡിത്തരമായിട്ടാണ് അവർ കാണുന്നത്. അന്ന് എങ്ങായിരുന്നു, അവർക്ക് അത്രയും ഒരു എടുത്ത ഡിസിഷൻ മെച്യൂരിറ്റി ഇല്ലാതെ എടുത്തുപോലെ തോന്നുന്നുണ്ട്. ഓക്കെ, മീൻസ് എനിക്ക് തോന്നുന്നു നിങ്ങളൊരു ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ ഒരു ഇപ്പം നിങ്ങൾ ജോലി ചെയ്യുന്നവരായിരിക്കും, നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്തായിരിക്കും ബ്രേക്കപ്പ് ആവോ എന്തെങ്കിലും ചെയ്തത്. അതെല്ലാം അവരിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. 9 of Swords reversed, 10 of Wands. Okay, so see, അവർക്ക് അവർ ഭയങ്കരമായിട്ട് ലൈക്ക് അവർ ഭയങ്കര വിഷമത്തിലാണ്. നിങ്ങളെ ഒരു ഡിസപ്പോയിന്റ് ചെയ്തതിന് അവർ ദേ ഫീൽ സോ സോറി. ലൈക്ക് നിങ്ങളെ അത് എന്താ ഒരു ഡിസപ്പോയിൻമെന്റ് കൊടുത്തല്ലോ. പിന്നെ അവർ ചെയ്ത തെറ്റുകൾ എങ്ങനെയും ഒന്ന് ഫോർഗീവ് ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ അവർക്ക് വേണ്ടി അവരെ കാണിക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. നിങ്ങൾ നല്ല ലൈഫിൽ ഒരു കുഴപ്പമില്ല, അവരില്ലാതെയും കുഴപ്പമില്ലാതെ ജീവിക്കുന്നു, പക്ഷേ അവർക്ക് ബോഡി ലാംഗ്വേജ് നല്ലപോലെ റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഫോട്ടോസോ പോസ്റ്റോ ഇടുന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളുടെ ബോഡി ലാംഗ്വേജുകൾ കൂടെ മനസ്സിലാക്കാം. നിങ്ങൾ അവരെ കാണിക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തോ നിങ്ങളുടെ ഫോട്ടോസിൽ കൂടെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവരെ കാണിക്കാൻ വേണ്ടി ഇടുന്ന പോലെയാണ് അവർക്ക് തോന്നുന്നത്. പിന്നെ അവർക്കൊരു ട്രസ്റ്റ് ഇഷ്യൂസ് കാണുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ ഒരു ട്രസ്റ്റ് ചെയ്യുന്നില്ല. അത് മാത്രമല്ല, അവർ മൊത്തത്തിൽ അവരുടെ ലൈഫിൽ എല്ലാവരെയും ഒരു സംശയത്തിന്റെ ഇതിൽ കൂടെ കാണുന്ന പോലെയാണ് കാണുന്നത്. അവർക്ക് ആരെയും ഒരു ട്രസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് കാണുന്നില്ല. അത് നിങ്ങളുടെ പ്രശ്നമല്ല, മൊത്തത്തിൽ അവർക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ആണ് ഉള്ളത്. സോ ഇതാണ് റീഡിങ് ഗൈസ്. ഇത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. ഓക്കെ, എനിക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നത് എത്ര പേർക്ക് ഇത് റെസോണേറ്റ് ചെയ്തെന്ന്. ആൻഡ് ലൈക്ക് ചെയ്യുക. താങ്ക്